ഇപ്പോൾ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് സംസാരിക്കുകയാണ്. ജോസഫ് പമ്പളാനി പിതാവേ, ഇവിടെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരെ, കോഴിക്കോട് അതിരൂപതയുടെ കീഴിൽ വരുന്ന സപ്പറകൻ മെത്രാന്മാരായ അലക്സ് വടക്കുതല പിതാവേ, ഡെനീസ് കുറുപ്പശ്ശേരി പിതാവേ, അഭിവന്യ പീറ്റർ അബീർ പിതാവേ, എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, എനിക്ക് പ്രിയപ്പെട്ട മീഡിയ പ്രവർത്തകരെ, സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മളിവിടെ സംസാരിച്ച മെത്രാന്മാരും മറ്റുള്ളവരൊക്കെ വളരെ ഷോർട്ടായി സ്വീറ്റായി സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ MC ഫാദർ സജീവ് വർഗീസ് പ്രത്യേകമായി പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ദൈവം വിസ്മയങ്ങളുടെ ദൈവമാണെന്ന് പറയുമെന്നാണ്. ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് സർപ്രൈസസ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമുക്ക് സമ്മാനങ്ങളായിട്ട് വരുന്നു, നമ്മളെ സന്തോഷിപ്പിക്കുന്നു, ആനന്ദിപ്പിക്കുന്നു. ഈ വാർത്ത ഞാൻ അറിയുന്നത് ചിക്കാഗോയിൽ വെച്ചിട്ടാണ്. അമേരിക്കയിലെ ചിക്കാഗോയിൽ ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഡൽഹിയിൽ നിന്നും എനിക്ക് വിളി വന്നു. അപ്പോഴാണ് ഈ വിവരം എന്നെ അറിയിച്ചത്. അത് ഇന്നല്ലാതെ ആരോടും പങ്കുവയ്ക്കരുതെന്ന് പ്രത്യേകമായി അദ്ദേഹം നിഷ്കർഷിക്കുകയുണ്ടായി. അതുകൊണ്ടാണിത്. പലരും എന്നോട് വിളിച്ച് ചോദിച്ചു, എന്താണെന്ന് പറയാമോ? പത്രക്കാർ ചിലർ ചോദിച്ചു, ടെലിവിഷൻകാർ ചിലർ ചോദിച്ചു, എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ എന്ന്. ഞാനങ്ങനെ ക്ലൂ ഒന്നും കൊടുക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഇന്ന് 3:30 അത് ഡിക്ലെയർ ചെയ്യും, പ്രഖ്യാപിക്കുമെന്ന്. അങ്ങനെയാണ് ഇന്നിത് പ്രഖ്യാപനം നടത്തിയത്. വാസ്തവത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് വരേണ്ടത് ഇന്നായിരുന്നു. പക്ഷേ ഈ പ്രഖ്യാപനം ഇന്ന് നടത്താനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇവിടേക്ക് പോരുകയായിരുന്നു. ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയതിൽ, കോഴിക്കോട് രൂപതാ മെത്രാനെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം നന്ദി പറയാൻ പലരുമുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ, അദ്ദേഹം രോഗിയാണ് എങ്കിലും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഡൽഹിയിലുള്ള
അപ്പസ്തോലിക് നുൻസിയോ, അദ്ദേഹത്തിൻ്റെ പേര് ലെയോപോൾഡ് ജെറല്ലി എന്നതാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ആന്റണി വാലുങ്കൽ പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ രൂപതയെ ആർച്ച് ഡയസിസാക്കാൻ വേണ്ടി, രൂപതാ മെത്രാനെ ആർച്ച് ബിഷപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ്. അദ്ദേഹം റോമിൽ പോയപ്പോൾ അവിടെ ഇവാഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾസ് എന്ന് പറയുന്ന തിരുസംഘത്തിൻ്റെ മേധാവി കാർഡിനൽ ടാഗിളയെ കാണുകയും ഇതേപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. പിന്നീട് ടാഗിളയോട് സംസാരിച്ച, എൻ്റെ അറിവിൽ സംസാരിച്ച വ്യക്തി നമ്മുടെ തിരുവനന്തപുരം മലങ്കര രൂപതയുടെ മെത്രാപ്പോലിത്തയായ കർദിനാളായ കർദിനാൾ ക്ലീമിസാണ്. അദ്ദേഹം പലപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഈ രൂപതയെ അതിരൂപതയാക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ പറയുന്നുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ രൂപത അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുന്നത്.